Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, CUET PG ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The percentage of loss when an article is sold at ₹50 is same as that of the profit when it sold at ₹70. അപ്പോ 50 രൂപക്ക് ഒരു പ്രൊഡക്റ്റ് വിറ്റപ്പോഴുള്ള ലോസ് പെർസെന്റേജും അതുപോലെ തന്നെ സെയിം പ്രൊഡക്റ്റ് 70 രൂപക്ക് വിറ്റപ്പോഴുള്ള പ്രോഫിറ്റ് പെർസെന്റേജും രണ്ടും എന്താണ്, സെയിം ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് പ്രോഫിറ്റും ലോസും പെർസെന്റേജ് സെയിം ആണല്ലോ, അത് എത്രയാണെന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ലോസ് പെർസെന്റേജിന്റെയും പ്രോഫിറ്റ് പെർസെന്റേജിന്റെയും ഇക്വേഷൻ വെച്ചിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഫസ്റ്റത്തെ കേസ് നോക്കാം, ലോസ് ആണ്. അപ്പോൾ ലോസ് പെർസെന്റേജിന്റെ ഇക്വേഷൻ എന്താണ്? ലോസ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു CP മൈനസ് SP ഡിവൈഡഡ് ബൈ CP into 100 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് SP കൊടുത്തിട്ടുണ്ടല്ലേ, 50-നാണ് അവർ വിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഞാൻ ഇവിടെ SP യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 50 ഈക്വൽ ടു, ഇനി പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. SP മൈനസ് CP, നാം ഇവിടെ SP ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 70 ആണ്. 70 മൈനസ് CP ഡിവൈഡഡ് ബൈ CP into 100. ഞാൻ 100 ജസ്റ്റ് കട്ട് ചെയ്യാണ്, ഈ ഒരു 100ഉം കട്ട് ചെയ്തു, ഈ ഒരു CP കട്ട് ചെയ്തു, ഇവിടെ CPയും കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം, ഈ ഒരു മൈനസ് CP ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് CP ആവും. അപ്പൊ 2CP is equal to 50 plus 70 ആവും അല്ലെ. മൈനസ് 50 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോ ഓൾമോസ്റ്റ് എത്ര വരും? 120 വരും. CP is equal to എത്രയാ വരുന്നത്? 60 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ, 60 ആണ് CP വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഇക്വേഷനിൽ നിങ്ങൾ CP ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. CP 60 ആണ്. 60 മൈനസ് 50 10 ആണ്. 10 ഡിവൈഡഡ് ബൈ CP 60 into 100. ഓക്കെ, അപ്പോ ഈ രണ്ട് സീറോസും കട്ട് ചെയ്തു. 1 into 100 100 ആണ്. 100 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 16.666 സംതിങ് ആണ് വരിക. ദാറ്റ് മീൻസ് 16/2/3 നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇഫ് x is equal to 3, find the value of x raised to 5 plus x raised to 4 minus x cube minus x square plus x minus 1. ഇപ്പൊ ജസ്റ്റ് നോക്കാം, x raised to 5 plus x raised to 4 minus x cube minus x square plus x minus 1. ഇവിടെ മൈനസ് 1 ആ രീതിയിൽ തന്നെ ഇതാണ്. x ന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. ഓക്കെ, പ്ലസ് x സ്ക്വയർ എത്രയാണ്? 9 ആണ്. മൈനസ് x ന്റെ ക്യൂബ് എത്രയാണ്? 27 ആണ്. മൈനസ് x raised to 4, x raised to 4 എന്ന് പറയുമ്പോൾ 27 into 3 ആണ് വരിക. ദാറ്റ് മീൻസ് 81 ആണ്. പ്ലസ് 81 into 3 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 243 ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം, 243 പ്ലസ് 81, അപ്പോ ഓൾമോസ്റ്റ് എത്ര വരും? ഇപ്പൊ 240 പ്ലസ് 80 320 ആണ്. 324 വരും. മൈനസ് 27 മൈനസ് 9. ഓക്കെ, ഇവിടെ 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോ, മൈനസ് 27 മൈനസ് 9 എന്ന് പറയുമ്പോൾ മൈനസ് 36. മൈനസ് 36 പ്ലസ് 2 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് മൈനസ് 34 വരും. അപ്പൊ 324 മൈനസ് 34 വരും. ഓൾമോസ്റ്റ് ഇവിടെ 24 പോയി ബാക്കി ഒരു 10 കൂടി പോകുന്ന സമയത്ത് 290 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. Ankit of ₹42,580 on his credit card. ക്രെഡിറ്റ് കാർഡിൽ ഓൾമോസ്റ്റ് എത്ര രൂപ പേ ചെയ്യാണ്ട്? ഓൾമോസ്റ്റ് 42,580 രൂപ അദ്ദേഹം പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് he could pay only 12,520. അപ്പൊ അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് 12,580 മാത്രമേ പേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഇനി എത്ര ബാക്കിയുണ്ട്? അപ്പൊ 42,580 മൈനസ് 12,580 ഈക്വൽ ടു 30,000 ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കി വരുന്നുണ്ട്. ഇഫ് his annual rate of compound interest is 10%. അപ്പൊ ആനുവൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 10% ആണ്. അങ്ങനെയാണെങ്കിൽ how much will he owe after 4 years? 4 വർഷത്തിന് ശേഷം അദ്ദേഹം എത്ര ഓവ് ചെയ്യുന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്ര കൊടുക്കാൻ ഉണ്ടാവും എന്നുള്ളതാണ്. ജസ്റ്റ് എന്ത് ചെയ്യാം, 30,000 ഇൻറ്റു ഓരോ വർഷവും എത്രയാണ്? ഓരോ വർഷവും 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, സക്സസീവ് പെർസെന്റേജ് ചേഞ്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. 11/10 ഇൻറ്റു 11/10 എന്ന് പറയുമ്പോൾ 10% ഇൻക്രീസ് ആണ് അല്ലെ. 10% ഇൻക്രീസ് 11/10 ഇൻറ്റു 11/10, ഇതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഇതിന്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 1 2 3 4. ഇവിടെ 4 സീറോസ് ഉണ്ട്. 4 സീറോസ് ഞാൻ കട്ട് ചെയ്തു. ഈ ഒരു 4 സീറോസും അതേ രീതിയിൽ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തു. ഓക്കെ, ഇനി 3 ഇൻറ്റു 11 into 11 121 ആണ്. ഇൻറ്റു 11 into 11 121 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് ഒരു വലിയ ടേം തന്നെയാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് കണ്ടെത്തിയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. 3 into 1 3 തന്നെയാണ്. ഓക്കെ, 3 into 1 വീണ്ടും 3 തന്നെയാണ്. അപ്പൊ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ്, അതായത് ലാസ്റ്റ് ഡിജിറ്റ് നമ്മളത് 3 ആയിരിക്കും ആൻസറിന്റെ വരുന്നുണ്ടാവുക. ആ രീതിയിൽ ഇവിടെ 0 ആണ്.
ഇവിടെയും 0 ആണ്, ഇവിടെ 8 ആണ്, ഇവിടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത് 3 വരുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ നോക്കുക, ഈ ഒരു വാല്യൂ തന്നെയാണോ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് നോക്കാം. A boat goes 12 kilometer in 1 hour along the stream. Along the stream എന്ന് പറയുമ്പോൾ ഡൗൺ സ്ട്രീം ആണ് ഉദ്ദേശിക്കുന്നത്, സ്ട്രീമിന്റെ കൂടെ. അപ്പൊ ഒരു അരുവി ഇങ്ങനെ താഴേക്ക് ഒഴുകുന്നുണ്ടെന്ന് വിചാരിച്ചോ, അപ്പോ അവിടെ സ്ട്രീമിന്റെ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്പീഡ് കൂടുതൽ കിട്ടും. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ബോട്ടിന് ഒരു സ്പീഡ് ഉണ്ട്, അതിന്റെ കൂടെ സ്ട്രീമിന് ആ ഒഴുക്കിനൊരു സ്പീഡ് ഉണ്ടാവും അല്ലെ, അതിന്റെ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സ്പീഡ് കിട്ടും അല്ലെ. അപ്പോ അവിടെ ഡൗൺ സ്ട്രീമിൽ നമ്മൾ എപ്പോഴും എങ്ങനെ എടുക്കാം, സ്പീഡ് ഓഫ് ബോട്ട് പ്ലസ് സ്പീഡ് ഓഫ് സ്ട്രീം ആണ് ഈക്വൽ ടു എത്രയാണ് 12 കിലോമീറ്റർ അല്ലെ. 1 ഹവറിലായതുകൊണ്ട് തന്നെ 12 കിലോമീറ്റർ പെർ ഹവർ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, കാരണം ഒരു ഹവറിലാണ് 12 കിലോമീറ്റർ. നെക്സ്റ്റ് അപ്സ്ട്രീമിന്റെ കേസും കൂടെ പറയുന്നുണ്ട്. ആൻഡ് 6 കിലോമീറ്റർ ഇൻ 1 ഹവർ അഗെയിൻസ്റ്റ് ദ സ്ട്രീം. ദാറ്റ് മീൻസ് സ്പീഡ് ഓഫ് ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് സ്ട്രീം ഈക്വൽ ടു എത്രയാണ് വരുന്നത്, അവിടെ 6 ആണ് വരുന്നത്. ദ സ്പീഡ് ഓഫ് സ്ട്രീം ഇൻ കിലോമീറ്റർ പെർ ഹവർ. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് സ്ട്രീം അതായത് SS എത്രയാണെന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തു അല്ലെ. അപ്പോ SB പ്ലസ് SB അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് പ്ലസ് സ്പീഡ് ഓഫ് ബോട്ട് ടു സ്പീഡ് ഓഫ് ബോട്ട് ഇസ് ഈക്വൽ ടു ഇതിന്ന് ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈനസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് 18 വന്നു. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് ഈസ് ഈക്വൽ ടു 9 വന്നു. ഓക്കെ, ജസ്റ്റ് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 9 പ്ലസ് സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് ഈക്വൽ ടു 12. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് ഈക്വൽ ടു 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ദി സൈഡ്സ് ഓഫ് 3 സോളിഡ് മെറ്റാലിക് ക്യൂബ്സ് ആർ 30 സെന്റിമീറ്റർ, ഓക്കെ 40 സെന്റിമീറ്റർ, അതുപോലെ തന്നെ 50 സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദി സൈഡ് ഓഫ് ദി ന്യൂ ക്യൂബ് ഫോംഡ് ബൈ മെൽറ്റിംഗ് ദ 3 ക്യൂബ്സ്. അപ്പോ ഈ 3 ക്യൂബ്സ് എന്ത് ചെയ്യാണ്, ഓരോന്ന് സൈഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതെന്ത് ചെയ്യാണ് ജസ്റ്റ് മെൽറ്റ് ചെയ്യാണ്. അപ്പോ ഫസ്റ്റത്തെ ക്യൂബിന്റെ വോളിയം എത്രയായിരിക്കും, ഓക്കെ 30 ക്യൂബ് എന്ന് പറയുമ്പോൾ 3ന്റെ ക്യൂബ് 27 ആണ്. അപ്പൊ 27 3 സീറോസ് കൂടി വരും അല്ലെ ക്യൂബ് എടുക്കുന്ന സമയത്ത്. നെക്സ്റ്റ് 4ന്റെ ക്യൂബ് 64 ആണ്, 3 സീറോ കൂടി ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് 5ന്റെ ക്യൂബ് 125 ആണ്, അതിനും 3 സീറോസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതെന്താണ് ജസ്റ്റ് ഒരു ന്യൂ ക്യൂബ് ആയിട്ട് എന്ത് ചെയ്യാണ് ഫോം ചെയ്യാണ്. ഇതൊക്കെ മെൽറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ ക്യൂബ് ആയിട്ട് ഫോം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 27 പ്ലസ് 64 അല്ലെങ്കിൽ 20 പ്ലസ് 60 എന്ന് പറയുന്നത് 80 ആണ്. 80 പ്ലസ് 120 200 വന്നു. ഓക്കെ 200. നെക്സ്റ്റ് നോക്കാം. 7 പ്ലസ് 4 11 ആണ്. 11 പ്ലസ് 5 16. അപ്പോ 200 പ്ലസ് 16 216 ആണ്. ബാക്കി 3 സീറോസ് ആണുള്ളത് അല്ലെ. ഓക്കെ 216 എത്രയുടെ ക്യൂബാണ് നമുക്ക് അറിയുന്നതാണ്, 6ന്റെ ക്യൂബാണ്. അപ്പോ ഇനി ഇവിടെ 3 സീറോസ് ഉണ്ട്. ദാറ്റ് മീൻസ് ക്യൂബ് എടുക്കുന്ന സമയത്ത് 3 സീറോസ് ഉണ്ടാവും. അതിൽ നിന്ന് എത്ര സീറോ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, ഒരു സീറോ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 60 ആയിരിക്കും അതിന്റെ സൈഡ് ലെങ്ത് വരുന്നുണ്ടാവുക. 60 ആയിരിക്കും അതിന്റെ സൈഡിന്റെ ലെങ്ത് വരുന്നുണ്ടാവുക, ഓപ്ഷന്റെ 60. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. ഇവാലുവേറ്റ് tan 55 degree divided by cot 35 degree plus sin 33 degree divided by cos 57 degree plus sec 49 degree divided by cosec 41 degree. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോ നമുക്കറിയുന്ന ഇക്വേഷൻ ആണ് tan 90 minus x is equal to cot x അല്ലെ, cot x. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്കറിയാം tan 55 നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, tan 90 minus 35 എന്ന് പറഞ്ഞൂടെ. ആ രീതിയിൽ നോക്കുമ്പോൾ tan 90 minus x is equal to cot x ആണ്. ദാറ്റ് മീൻസ് cot x ന്റെ വാല്യൂ എന്താണ് 35 ആണ്. അപ്പൊ cot 35. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും, ഇതിന്റെ പകരം cot 35 എന്ന് കൊടുക്കാൻ പറ്റും. cot 35 divided by cot 35 is equal to 1 ആണ് വരിക. അപ്പൊ ഇതിന്റെ വാല്യൂ 1 ആണ് വരിക. പ്ലസ് ഇവിടെയും സെയിം സിനാരിയോ ആണ് നോക്കുക. sin 90 minus x is equal to cos x എന്നാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ അവിടെയും എന്ത് വരും, ജസ്റ്റ് 1 വരും. നെക്സ്റ്റ് നമുക്ക് അറിയുന്ന കാര്യം എന്താണ്, sec 90 minus x is equal to cosec x എന്നുള്ളതാണ്. ഓക്കെ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെയും എന്ത് ചെയ്യും, ജസ്റ്റ് വാല്യൂ 1 ആയിട്ട് മാറും. ഓക്കെ അപ്പൊ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ രീതിയിൽ 1 + 1 + 1 is equal to 3 നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് വാട്ടർ ബി മിക്സ്ഡ് വിത്ത് മിൽക്ക് ടു ഗെയിൻ 30% ബൈ സെല്ലിംഗ് ദ മിക്സ്ചർ അറ്റ് കോസ്റ്റ് പ്രൈസ്. നമ്മുടെ കയ്യിൽ പാലുണ്ടെന്ന് വിചാരിച്ചോ. നമുക്ക് പാലിലേക്ക് എന്ത് ആഡ് ചെയ്യണം, നമുക്ക് വാട്ടർ ആഡ് ചെയ്യണം. എന്തിനാ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഏത് രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടണം, ഞാൻ പറയാണ് ഇതിന്റെ കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് വിചാരിച്ചോ. അതായത് ഞാൻ ഒരു കടക്കാരനാണ്, ഞാൻ വാങ്ങിയ പ്രൈസ് 100 ആണ്. ഞാൻ പറയുന്നത് ഞാൻ കോസ്റ്റ് പ്രൈസിന് തന്നെയാണ് വിൽക്കുന്നത്. അതായത് ഞാൻ 100 തന്നെ നിങ്ങൾക്കും തരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 30% പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് റേഷ്യോയിൽ പാലും അതുപോലെ തന്നെ വാട്ടറും മിക്സ് ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു 10 ലിറ്റർ പാൽ വാങ്ങിയെന്ന് വിചാരിച്ചോ. ഓക്കെ ഓരോന്നും ഞാൻ CP എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് 100 രൂപ കിട്ടും. നെക്സ്റ്റ് കേസിൽ ഞാൻ ഓൾമോസ്റ്റ് 13 ലിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ വിൽക്കുന്നുണ്ട്. ഓക്കെ ഓരോന്നും
10 രൂപക്ക് തന്നെയാണ്. അത് കോസ്റ്റ് പ്രൈസ്, ഓരോ ലിറ്ററിന്റെയും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം തന്നെയാണ്. എനിക്ക് 130 രൂപ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കി, ആദ്യം ഞാൻ 10 ലിറ്റർ എന്ത് ചെയ്തു, ഞാൻ വാങ്ങിച്ചു. അവിടെ എനിക്ക് 100 രൂപയാണ് ചെലവായത്. നെക്സ്റ്റ് ഞാൻ ഇവിടെ 13 ചെലവാക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 130 കിട്ടുന്നുണ്ട്. പക്ഷെ ഈ 13-ലെ 3 ലിറ്റർ ഞാൻ വാട്ടർ അല്ല ആഡ് ചെയ്തത് അല്ലെ. അതായത് 10 ലിറ്റർ എനിക്ക് ഓൾറെഡി എന്തുണ്ടായിരുന്നു, മിൽക്ക് ഉണ്ടായിരുന്നു. അതിൽ ആ 3 ലിറ്റർ ഞാൻ എന്താണ് ആഡ് ചെയ്തത്, വാട്ടർ ആണ് ആഡ് ചെയ്തത്. ദാറ്റ് മീൻസ് ആ 10:3 റേഷ്യോയില് ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വാട്ടർ ബി മിക്സ്ഡ് വിത്ത് മിൽക്ക് എന്നാണ്, അതായത് വാട്ടർ ഈസ്റ്റ് മിൽക്ക് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എന്ത് വരും, 3:10 എന്ന് വരും. ആ റേഷ്യോയിൽ കൊടുക്കുന്ന സമയത്ത് എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ 30% ഗെയിൻ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് സെല്ലിംഗ് പ്രൈസ് ഉണ്ടാക്കാൻ പറ്റും. എന്റെ കോസ്റ്റ് പ്രൈസിന് തുല്യമായിട്ട് എനിക്ക് കൊടുക്കാനും വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് 3:10 റേഷ്യോയിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, അതിനെ മിക്സ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. ഔട്ട് ഓഫ് 10 persons 9% spent 40 അല്ലെങ്കിൽ ₹40 each for their snacks. അപ്പോ 10 പേരുണ്ട്, അതിൽ 9 ആളും എന്ത് ചെയ്യാണ്, ഓരോരുത്തരും 40 രൂപ വീതം സ്നാക്സിന് വേണ്ടിയിട്ട് ചെലവാക്കാണ്. ഓക്കെ, the 10th person spent Rs 18 more than the average expenditure of all the 10. അപ്പോ 10ാമത്തെ ആള്, ഇവരുടെ ഒരു ആവറേജ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും 10 പേരുടെയും ഒരു ആവറേജ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. അതിനേക്കാളും 18 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു 10ാമത്തെ ആള് ചെലവാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെല്ലാരും കൂടി ചെലവാക്കിയ ടോട്ടൽ മണി സ്പെൻഡ് ബൈ ഓൾ ഓഫ് ദം, എല്ലാവരും കൂടി ചെലവാക്കിയ എമൗണ്ട് എത്രയായിരിക്കും എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് നോക്കിക്കോ, 9 ആൾ ഓൾറെഡി 40 ചെലവാക്കുന്നുണ്ട്, പ്ലസ് 10ാമത്തെ ആള്, അവരുടെ എല്ലാവരുടെയും ആവറേജ് എന്ന് പറയുന്നത് n ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ആൾ എത്ര ചെലവാക്കുന്നത്, n+18 ആണ്, ഡിവൈഡഡ് ബൈ എത്ര ആളുകളാണ് ഉള്ളത്, ടോട്ടൽ ആളുകൾ ഉള്ളത് 10 ആണ്, ഈസ് ഈക്വൽ ടു n. ഇക്വേഷൻ ആയല്ലോ. ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് വെയിറ്റ് ആവറേജിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഓക്കെ, ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എടുത്തതാണ് n. ആ n-നേക്കാളും 18 രൂപയാണ് 10ാമത്തെ ആൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9 into 40 എത്രയാണ്, 360 ആണ്, പ്ലസ് n+18. ഓക്കെ, n+18 is equal to 10n. ഓക്കെ ആണല്ലോ, 10 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 378 plus n is equal to 10n. n is equal to 378 plus n is equal to 10n. അങ്ങനെയാണെങ്കിൽ 9n is equal to, ഈ പ്ലസ് n ഉള്ളത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് n ആവും, is equal to 378. n is equal to 378 divided by 9 വരും. 378 divided by 9 എന്ന് പറയുമ്പോൾ എത്ര വരും, 378 divided by 9, ഇപ്പോൾ ഓൾമോസ്റ്റ് 4 വന്നു, 36, 18. ഓക്കെ, 42 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അവരുടെ സമ്മാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 42 into എത്ര ആളുകളുള്ളത്, 10 ആളുകളാണുള്ളത്. ദാറ്റ് മീൻസ് 420 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് x star y is equal to 3x minus 2y plus xy. അപ്പൊ ആ രീതിയിലാണ് ആ റിലേഷൻ. അപ്പൊ ഈ ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഞങ്ങൾ ആ റിലേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 3 star 4 plus 4 star 3 എത്രയായിരിക്കും വാല്യൂ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ 3 star 4 എങ്ങനെയാ വാല്യൂ വരിക, 3 into x. അപ്പൊ ഇവിടെ x എത്രയാണ്, x is to y എന്നുള്ളതല്ലേ. അപ്പൊ ഇവിടെ x എത്രയാണ്, 3 ആണ്. അപ്പൊ 3 into 3 9 ആണ്, മൈനസ് 2 into y, ഇവിടെ y എത്രയാണ്, 4 ആണ്. അപ്പൊ 2 into 4 8 ആണ്, പ്ലസ് xy 3 into 4 12 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 plus 12 is equal to 13 വന്നു. ഓക്കെ, നെക്സ്റ്റ് 4 star 3 എങ്ങനെയാ വരിക, ഫസ്റ്റ് 3 into 4 12 ആണ്. ഓക്കെ, മൈനസ് 2 into 3 എത്രയാണ്, 2 into 3 6 ആണ്, പ്ലസ് x into y ഇവിടെയും 12 ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 12 minus 6 ആണ്, 6 plus 12 18 ആണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് 13 plus 18 ചെയ്യാം, ഓൾമോസ്റ്റ് 31 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 40 പീപ്പിൾ, ഒരു 40 ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. 25 അല്ലെങ്കിൽ 25 സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് 20 സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. 20 speak both Hindi and English. All the people speak at least one of the two languages. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഒരു ലാംഗ്വേജ് എങ്കിലും എന്ത് ചെയ്യും, എല്ലാവരും സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പീപ്പിൾ സ്പീക്ക് ഹിന്ദി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു വെൻ ഡയഗ്രാമിന്റെ സഹായത്തോടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ നമുക്കറിയാം ഇത് ഹിന്ദിയും ഇത് ഇംഗ്ലീഷും ആക്കിയിട്ട് ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്നത് 20 ആണ്. അപ്പൊ ഇംഗ്ലീഷ് മാത്രം എത്ര വരും, 25 minus 20. ഇതും ഇംഗ്ലീഷിൽ പെടുന്നത് തന്നെയാണല്ലോ 20. അപ്പോൾ ടോട്ടൽ 5 വരും, ഇംഗ്ലീഷ് മാത്രം 5 വരും. ഓക്കെ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് മായ്ക്കുന്നുണ്ട്, ജസ്റ്റ് 5 മാത്രം ഇരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹിന്ദി മാത്രം എത്ര വരും, ഹിന്ദി മാത്രം 40 minus 20 minus 5. ദാറ്റ് മീൻസ് 40 minus 20 20 ആണ്, 20 minus 5 15 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി പീപ്പിൾ സ്പീക്ക് ഹിന്ദി എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഓൺലി ഹിന്ദി എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, എത്ര ആളുകൾ ഹിന്ദി സ്പീക്ക് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് 15 plus 20 35 ആണ് ആൻസർ വരേണ്ടത് അല്ലെ.
35 ഓപ്ഷനിൽ നോക്കുമ്പോൾ അവിടെ ഇല്ല. അപ്പൊ നമുക്ക് ചിന്തിക്കാം അവർ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് ഓൺലി ഹിന്ദി ആയിരിക്കാം എന്നുള്ളത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അവർ ഈ രീതിയിൽ ഹൗ മെനി പീപ്പിൾ സ്പീക്ക് ഹിന്ദി എന്ന് പറയുമ്പോൾ റൈറ്റ് ആൻസർ 35 ആണ് കറക്റ്റ് ആയിട്ടും വരിക. ആ രീതിയിലല്ല എന്ത് ചെയ്തത് അവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഹിന്ദി മാത്രം എന്നുള്ള രീതിയിൽ 15 നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.